ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട ചാടി ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴ വഴി നമ്മൾ ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും ഈരാറ്റുപേട്ട വരെ വന്നതല്ലേ, അപ്പോൾ നമ്മൾ അരുവിത്തുറ പള്ളിയിലും കൂടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. താഴെ വെച്ച് നമ്മൾ വീഡിയോ എടുത്തു, പക്ഷെ നമുക്കൊന്നും പറയാനൊന്നും പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവരവിടെ സൗണ്ടും ബഹളവും അങ്ങനെ കുറേ സംഭവമാണ്. അതുകൊണ്ട് താഴെ വെച്ച് നമുക്ക് അങ്ങനെ പറയാനൊന്നും പറ്റിയില്ല. ഇപ്പം അതിൻ്റെ മുകളിലുള്ള ഒരു പാറയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ മഴയുള്ളപ്പോൾ വന്നിട്ടേ കാര്യമുള്ളൂ. അതായത് ജൂൺ മാസം മഴയുള്ള മാസങ്ങളിൽ വന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോഴിവിടെ വെള്ളം ഉണ്ടെങ്കിൽ നല്ല പോലെ വെള്ളച്ചാട്ടമാണ്. അതുമാത്രമല്ല നല്ലപോലെ വെള്ളച്ചാട്ടമാണ്. ഭയങ്കര ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കാൻ തന്നെ വളരെ നല്ല കാറ്റൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. കുറേ പേര് ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ചാടുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ഈ വെള്ളച്ചാട്ടത്തിന് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം എന്ന് പേര് വരാൻ കാരണം എന്നാന്ന് വെച്ചാൽ പ്രദേശവാസികൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആനയുടെ ഒരു സഞ്ചാര കേന്ദ്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് കൊമ്പനാനകൾ ആ പാറയുടെ മണ്ടയിൽ നിന്ന് തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഒരാന ആ വെള്ളത്തിലൂടെ വഴി താഴേക്ക് വീണു. അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടത്തിന് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടം എന്ന പേര് വന്നതെന്നൊക്കെയാണ് കരുതപ്പെടുന്നത്. അറിയത്തില്ല, അങ്ങനെയാണ് ഇതിൻ്റെ പേര്. അടിപൊളി വൈബ് സ്ഥലമാണ്. ഇത് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്പേസാണ്. പാർക്ക് ചെയ്യാനായിട്ട് തന്നെ ഇവിടെ രണ്ട് വീടുകൾ, ഈ വീടുകളുടെ തന്നെ ഇതാണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഇവിടെ വലിയ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ ഇവിടെ ആണ് നല്ലത്. അപ്പം ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് 10 രൂപയുള്ളൂ. പിന്നെ പോയിട്ട് വലിയ വണ്ടിയൊക്കെ ആണെങ്കിൽ 50 രൂപ അങ്ങനെയൊക്കെയാണ്. പിന്നെ താഴോട്ട് ചെല്ലുമ്പം ഒരു വീടുകളുണ്ട്, അത് പിന്നെ കുറച്ച് സ്പേസുള്ളൂ, ബൈക്ക് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വലിയ വണ്ടികൾ കൊണ്ടുവരുന്നവരൊക്കെ ഇവിടെ പാർക്ക് ചെയ്യുക. പിന്നെ വഴി ഇറങ്ങിപ്പോകാനൊക്കെ കുഴപ്പമില്ല. വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകാൻ കുറച്ച് പാടാം, എന്നാലും കുഴപ്പമൊന്നുമില്ല, പോവാം. അപ്പം നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്ത് തന്നെ ഇത് ആനച്ചാടിക്കുത്ത് വെള്ളച്ചാട്ടമല്ലേ, അപ്പം തൊട്ടടുത്ത് തന്നെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടം കൂടിയുണ്ട്. അതിവിടുന്ന് 2 കിലോമീറ്റർ പോലും ഇല്ല. ഇപ്പം നമ്മൾ വന്ന വഴി അത് ഇങ്ങോട്ട് ചെറിയൊരു വഴിയാണ്. ആ വഴി പണിതിട്ട് പോലും ഇല്ല. കയറി വരാൻ, വണ്ടിയിൽ കയറി വരാൻ നല്ല പാടാണ്. പിന്നെ പോയിട്ട് അവിടുന്ന് നേരെ പോകുമ്പം തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടമാണ്. അവിടെയും കൂടെ പോയാൽ
വീഡിയോ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇടുന്നതാണ്. അപ്പം ആനച്ചാടിക്കുന്ന് വെള്ളച്ചാട്ടത്തിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. Then thanks for watching my video.